2 കാരണങ്ങൾ പറയാം. ഒന്ന്, ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റാണ് അവരുദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഷോർട്ട് ടൈം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് ക്വാളിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഷോർട്ട് ടൈം പീരീഡിൽ അവർ കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് ഓടും. ക്വാളിറ്റി ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഷോർട്ട് പീരീഡിൽ അവർ ഒഴിവാകും. രണ്ടാമത്തെ പോയിന്റ്, ഇതിനൊരു മാർജിൻ ഉണ്ടോ, ആ മാർജിൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പ്രോഫിറ്റിലെത്തുന്നുണ്ടോ. ഇത് ഈ രീതിയിലുള്ള ഒരു ചിന്തയിൽ അതൊരു ലോങ് ടൈം പേഴ്സ്പെക്റ്റീവിലാണ് എങ്കിൽ ആ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വന്നു, മാർക്കറ്റിങ്ങിൽ അതിനനുസരിച്ചുള്ള ഒരു ഡിസിപ്ലിൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവർ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ അതിൻ്റെ കോസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു മാർജിനുണ്ട്. ആ മാർജിൻ ഈസ് ഇനഫ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ വോളിയത്തിനനുസരിച്ച് ആ മാർജിൻ കൂടുമല്ലോ. ഇങ്ങനെയുള്ള നല്ലൊരു കണക്കിലാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ നടത്തുകയും ചെയ്യുന്നത് എങ്കിൽ ലോങ് റണ്ണിലേക്ക് അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് മാർജിനെ പറ്റി നിശ്ചയമുണ്ടായിരിക്കുക. അത് എന്നെന്നും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.